ഹലോ, അപ്പം ഞാനിന്ന് കാണിക്കുന്ന സിമ്പിളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും ഡെയിലി നമുക്ക് എന്താണ് കുട്ടികൾക്ക് കൊടുത്തു വിടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പോൾ മോൾക്ക് രാവിലെ ടിഫിൻ കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ ഇത് ഒരു പനീർ റൈസാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പനീർ റൈസ്. 10 മിനിറ്റ് മതി. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് കുക്കിംഗ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ അത്ര സ്യൂട്ടല്ല ഈ റൈസിന്. അപ്പോൾ അതൊഴിച്ചു. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് പോർഷൻ, ചെറിയൊരു പോർഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പനീർ കട്ട് ചെയ്ത് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറാക്കി എടുക്കണം. അധികം ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പനീറിനുള്ള ഉപ്പ് ഒരു പൊടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മളെപ്പോഴും ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സോയാ സോസ് ഉപയോഗിക്കുന്ന ഒരു റെസിപ്പി ആകുമ്പോൾ ഉപ്പ് നമ്മളെപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇടാൻ. ഞാൻ ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടി മാത്രം ഉപ്പാണ്. പനീർ ഇട്ടപ്പോൾ പനീറിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഉപ്പുകൾ, അങ്ങനെയാണ് ഞാൻ ഇട്ട് പോകുന്നത്. റൈസ് ഓൾറെഡി കുക്ക് ചെയ്യുന്നുണ്ട്. ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത്. അത് കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. റൈസ് കുക്കറിൻ്റെ അകത്ത് ഒരു സ്റ്റീം ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. റൈസ് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പെട്ടെന്ന് എന്നാൽ വീഡിയോ പിടിച്ചേക്കാമെന്നൊരു രാവിലെ ഒരു ഐഡിയ തോന്നി. പെട്ടെന്ന് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും നോർമലി റൈസ് കുക്ക് ചെയ്യുന്ന രീതിയിലും കുക്ക് ചെയ്യുക. അധികം വെന്തുടയേണ്ട. ഒരു ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി വേവിലെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, മട്ടർ, അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്യാപ്സിക്കം എല്ലാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ഒനിയനും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പം വെജ് മാത്രം കൊണ്ടുപോകേണ്ട സ്കൂളുകളിലൊക്കെ ഇതുപോലെ പനീർ റൈസൊക്കെയാണ് കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സ്കൂളുകളിലൊക്കെ നോൺ വെജ് അലൗഡാണ്. അവിടെ നമുക്ക് പ്രോൺസ് റൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പ്രോൺസ്, അല്ലെങ്കിൽ ചിക്കൻ, എഗ്ഗ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റെസിപ്പി ഇത് തന്നെ. പനീറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ചിക്കനാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുക, എഗ്ഗ് ആണെങ്കിൽ എഗ്ഗ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ പ്യുവർ വെജാണ് സ്കൂളുകളിലെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് പനീറോ അങ്ങനെയുള്ള വെജ് ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ചില സമയത്ത് ഇതുപോലെ തന്നെ ആലു റൈസ് ചെയ്യാറുണ്ട്. ഈ പനീർ പോലെ തന്നെ നമ്മൾ ആലു കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് ഫ്രൈ ഇതാക്കിയിട്ട് നമ്മൾ ആലു റൈസ് ചെയ്യാറുണ്ട്. അതും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ടൈമിൽ ഞാൻ ആലു റൈസിൻ്റെ റെസിപ്പി ഇടുന്നതാണ്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസിനൊക്കെയും കൂടെ ഓയിൽ കുറച്ചും കൂടി വേണ്ടി വന്നപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ഇടുന്നത്. ക്യാപ്സിക്കം ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ വളരെ വ്യത്യാസപ്പെടും. അപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പച്ചമണം മാറിയാൽ മതി ക്യാപ്സിക്കത്തിന്. അതിൽ ഗ്രീൻ കളർ ക്യാപ്സിക്കത്തിന് മാത്രമേ ഒരു പച്ചച്ചുവയുള്ളൂ. ബാക്കിയുള്ള 2 കളറും റെഡും യെല്ലോയും നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്നതാണ്. സാലഡിൻ്റെ അകത്തൊക്കെ വെറുതെ നമുക്ക് അരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പച്ചമണം മാറി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കി, ആ വെജിറ്റബിൾസിന് ഉപ്പ് കുറവ് തോന്നി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് നല്ല കളർഫുള്ളാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. അവർക്ക് കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ആകുമ്പോൾ. ഇതിന് എക്സ്ട്രാ സൈഡ് ഡിഷ് വേണമെന്ന് നിർബന്ധമില്ല. ഈ റൈസ് തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പിക്കിളോ എന്തെങ്കിലും സൈഡായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നു. ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു കുരുമുളക് പൊടിയാണ്. അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചോ അല്ലെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂട്ടിയോ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് പൊടിച്ചതാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി എരിവ് തീരെ പറ്റാത്തവർക്ക് ജസ്റ്റ് ഒരു പേരിനെന്നുള്ള രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പം അധികം സ്പൈസി പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് സോയാ സോസ്, അപ്പോൾ നമ്മളത് ഉപ്പ് ശ്രദ്ധിക്കണം. സോയാ സോസിന് നല്ല ഉപ്പുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ 1-2 ഡ്രോപ്സ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസ് ഓപ്ഷനിലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഈ ഒരു റൈസിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സോയാ സോസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് അധികം സോസ് കഴിക്കേണ്ട എന്നുള്ളതിലേക്ക് കുറച്ചേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഫ്രൈഡ് റൈസ് റെസിപ്പീസ് എല്ലാത്തിലും നമുക്ക് സോയാ സോസ് ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലർ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഇഷ്ടപ്പെടുന്നവർക്ക് ചേർക്കാവുന്നതാണ്.
ഞാൻ റൈസ് വേവിച്ച് വെച്ച നല്ല ചൂടാണ്, ചൂടൊന്നും മാറ്റാനുണ്ടായില്ല. ഡയറക്റ്റ് കുക്കർ തുറന്നു, കറക്റ്റ് വെള്ളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് കുക്കർ തുറന്ന് അങ്ങ് ഇടുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കുറയുമ്പോഴത്തേക്ക് ഇത് ഓരോ റൈസും വിട്ട് വിട്ട് നിൽക്കും. നല്ല എന്താ പറയുക, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് തുറന്ന് വെച്ചാൽ മതി. അന്നേരത്തേക്കും കറക്റ്റ് ആ ഒരു രീതിക്ക് നമുക്ക് റൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളർഫുള്ളായിട്ടുള്ള ലഞ്ച് ബോക്സാണ്. എൻ്റെ റെസിപ്പീസ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുകയും ചെയ്യണം. ഞാൻ റൈസ് വേവിച്ചപ്പോൾ കുറച്ച് ബേ ലീവ്സ് ചേർത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് ഇതായിട്ടുണ്ട്. ഇതൊരു നല്ല ചൂടാണ്, ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറച്ചും കൂടി ഒന്ന് വിട്ട് വരുന്ന രീതിക്കാവും. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിലായിട്ട് വെച്ചു. ഞാൻ പിക്കിളാണ് ഇതിന് സൈഡായിട്ട് കൊടുക്കുന്നത്. പിക്കിൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്താണ്, ചാനലിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആ പിക്കിളിൻ്റെ മാങ്ങ അച്ചാറാണ് അതിൻ്റെ റെസിപ്പി. ആ അച്ചാർ, അതേ അച്ചാർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അന്നിട്ടതിന് ശേഷം പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് അച്ചാർ കറക്റ്റ് പെർഫെക്റ്റ് ആയത്. കുറച്ച് ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സാണോ അത് യൂസ് ചെയ്യാം സൈഡായിട്ട്. ഞാൻ പിയറാണ് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കുക. അപ്പോൾ അന്നിട്ട അതേ മാങ്ങാച്ചാർ കറക്റ്റായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു കുഴപ്പമില്ല. മാങ്ങയൊന്നും അങ്ങനെ അലിഞ്ഞു പോകാത്ത നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ ചാനലിൽ തന്നെയുണ്ട് ആ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി. ഒരു സ്പൂണും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിഫിനാണ്. അതായത് ലഞ്ച് ബോക്സ് നമുക്ക് കുട്ടികൾക്ക് തുറന്ന് നിൽക്കുമ്പോൾ തന്നെ കളർഫുള്ളൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആ ഫ്രൂട്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ രാവിലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ലഞ്ച് ബോക്സ് കൊടുത്തു എന്നായി. എന്നും ഇഡ്ഡലി ദോശ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മടുപ്പാവും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്.